ഹലോ ഗേസ്, അപ്പം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വാട്ടർ മെട്രോ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇറങ്ങി ഗേസ്. അപ്പം ഇനി നമ്മൾ ബോട്ട് ജെട്ടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ബോട്ട് ജെട്ടിയിലൊക്കെ ഒന്ന് കയറി എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം കാഴ്ചകളൊക്കെ. നേരത്തെ നമ്മളത് പോയത് കായൽക്കൂടെ ആയിരുന്നു വാട്ടർ മെട്രോയിൽ. ഇപ്പം നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിൻക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 6 രൂപയാണ്. ബോട്ട് ചട്ടി ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട് കേസ്, ഒരു വൃത്തികെട്ട സ്മെല്ലാണ് കേസ്. പിന്നെ കൊച്ചിയല്ലേ, മറ്റേ പടത്തിലല്ലേ കൊച്ചി എത്തി കൊച്ചി അങ്ങനെ അതേ അവസ്ഥയാണ് കേസ്. ഇപ്പോൾ ചൂടൊന്നും അറിയുന്നില്ല, വണ്ടി എടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് വലിയ ചൂടൊന്നും അറിയാൻ. പക്ഷെ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട്, കപ്പല് ഷിപ്പുകൾ അടിപൊളിയാട്ടോ. നമ്മളൊരുപാട് യാത്രകളൊക്കെ ചെയ്യുക, മനസ്സിന് സന്തോഷമുള്ളതൊക്കെ ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു കരുതിയിട്ടാലും യാത്രകളൊന്നും മുടക്കരുത്, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ വേറെല്ലാവർക്കും വേണ്ടി ജീവിക്കും, നമുക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ കുറച്ചിട്ട് സമയം കണ്ടെത്തുക. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ കുറേ മാറി, കുറേ പാഠങ്ങൾ പഠിച്ചു, കുറേ ചിന്തകൾ മാറി. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഫുള്ള് കപ്പൽ, ഷിപ്പ്, ചരക്ക് വണ്ടികൾ, അതേമാതിരി അത്യാവശ്യം വ്യത്യസ്തമായ കപ്പലുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണുന്നത് ചരക്ക് വണ്ടികളാണ്, കണ്ടെയ്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ സൈഡിൽ കാണുന്നത്. ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെ ആയിരുന്നു. നമുക്ക് പിന്നെ കൗതുകം തോന്നിയത് ഫസ്റ്റിൽ വന്നു കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളിയാട്ടോ എറണാകുളമൊക്കെ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറങ്ങി കാണുക, നൈസ് വൈബാണ്. അപ്പം നമ്മളിഞ്ഞ് ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ഓപ്പോസിറ്റ് ഒരു ജങ്കാറ് പോകുന്നത് കണ്ടു. നമുക്കിനി ജങ്കാറിലൊന്ന് കയറണം എന്നാണ്. അപ്പം നമുക്ക് ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ജങ്കാറിലേക്ക് കയറാം കേസ്. എല്ലാം വേണ്ട എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കുറേ പോലീസിൻ്റെ ഒരു എന്താന്ന് തോന്നുന്നുണ്ട്, ബോട്ടുകളാവുന്നുണ്ട്, സ്പീഡ് ബോട്ട്. അപ്പോൾ നൈസ് സൂര്യൻ കുറച്ചും കൂടി ടൈമുണ്ടെന്ന് തന്നെ നമുക്ക് സൂര്യൻ സൺറൈസും കൂടി കാണാമായിരുന്നു. രണ്ടിൻ്റെ അടിയിലായതുകൊണ്ട് സൺറൈസിങ് കിട്ടുമറിയില്ല. ഈവനിങ് നമ്മൾ എവിടെ ആയിരിക്കും എന്നറിയില്ല. അങ്ങനെ കേസ് ഇതാണ് വൈപ്പിൻ മെട്രോ, വാട്ടർ മെട്രോൻ്റെ ഇതാണ്. അതിൻ്റെ നേരെ അപ്പുറത്താണ് ബോട്ട് ജെട്ടി എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി സൈഡാക്കാൻ പോവുകയാണ് കേസ്.